മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ അവസാന ചാപ്റ്ററായിട്ടുള്ള ബിസിനസ് എത്തിക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസിനസ് എത്തിക്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ടു ബിസിനസ് കോണ്ടക്ട്, എൻഷുറിംഗ് ദാറ്റ് ബിസിനസ് ഓപ്പറേറ്റ് ഇൻ എ മാനർ ദാറ്റ് ഈസ് ബോത്ത് മോറലി സൗണ്ട് ആൻഡ് ബെനിഫിഷ്യൽ ടു ദി സൊസൈറ്റി. അപ്പോൾ നമുക്ക് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള നമ്മൾ എത്തിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അത് ജനറലി നമ്മൾ മോറൽ വാല്യൂസ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ചില തത്വങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ബിസിനസ് കണ്ടക്റ്റിൽ, ബിസിനസ് നടത്തിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. എൻഷുറിംഗ് ദാറ്റ്, അങ്ങനെ ചെയ്യുമ്പോൾ ബിസിനസ് ഓപ്പറേറ്റ് ഇൻ എ മാനർ ദാറ്റ് ഈസ് ബോത്ത് മോറലി സൗണ്ട്, അവിടെ ചെയ്യുന്ന ബിസിനസ് മോറലി സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ധാർമ്മികമായിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ബിസിനസ്സിൽ ചെയ്യുക. ആൻഡ് ബെനിഫിഷ്യൽ ടു ദ സൊസൈറ്റി, അത് സൊസൈറ്റിക്ക് ഗുണകരമാകുകയും ചെയ്യും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ജനറൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ഇനി ഒരു ഡെഫിനീഷൻ വീലർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബിസിനസ് എത്തിക്സ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഫോർ മെയിൻറ്റെയിനിങ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിത്ത് സൊസൈറ്റി. അതായത് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആർട്ടാണ്, സയൻസാണ്. ആർട്ടാണ് സയൻസ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നുണ്ട്. ഫോർ മെയിൻറ്റെയിനിങ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിത്ത് ദ സൊസൈറ്റി, ഒരു സൊസൈറ്റിയുമായിട്ട് നല്ല ഒരു ബന്ധം ബിസിനസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു ആർട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് റീഓർഗനൈസിങ് ദ മോറൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ സൊസൈറ്റിയുമായിട്ട് ഒപ്പം തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരോടെല്ലാം ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, നല്ല രീതിയിലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു അല്ലേ. ആ റീഓർഗനൈസിങ് ദ മോറൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദി റൈറ്റ്നെസ് ആൻഡ് റോങ്നെസ് ഓഫ് ബിസിനസ് കണ്ടക്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അല്ലേ. ആ രീതിയിൽ ഒരു നല്ലൊരു ബന്ധം ഗ്രൂപ്പുകളായിട്ട്, സൊസൈറ്റിയുമായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ആർട്ടാണ്, സയൻസാണ് ബിസിനസ് എത്തിക്സ് എന്ന് വീലർ പറയുന്നു. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഇത് നമുക്ക് സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് എത്തിക്സിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. എ ഡിസിപ്ലിൻ, ബിസിനസ് എത്തിക്സിനെ ഒരു ഡിസിപ്ലിൻ അഥവാ പഠനശാഖയായിട്ട് കരുതാവുന്നതാണ്. അതായത് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡിങ് ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ് പ്രൊഫഷണൽസ്. അതായത് ബിസിനസ് നടത്തുന്ന ബിസിനസ് പ്രൊഫഷണൽസിന് അവരുടെ ഒരു ഗൈഡ് എന്ന നിലയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കലാണോ എന്നുള്ളത് പരിശോധിക്കുക അല്ലേ. അതിനുള്ളൊരു മാർഗ്ഗമായിട്ട് ഈ ബിസിനസ് എത്തിക്സ് അത് പ്രവർത്തിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഗവേൺ ദെയർ ബിസിനസ് പ്രാക്ടീസ്. ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ പ്രവർത്തികളെ ഗവേൺ ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഈ ബിസിനസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ദം ടു മേക്ക് ഡിസിഷൻ ദാറ്റ് അലൈൻ വിത്ത് മോറൽ വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ മോറൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾ, മറ്റ് ചട്ടക്കൂടുകൾ, നിയമങ്ങൾ അതുമായിട്ടൊക്കെ പാലിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്ന പ്രവർത്തികൾ, ബിസിനസ്സിൻ്റെ പ്രവർത്തികൾ എന്നുള്ളത് അവർക്ക് ഒത്തുനോക്കാൻ വേണ്ടി ഈ ബിസിനസ് എത്തിക്സ് അവർക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഠ്യപദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പഠനശാഖയാണ്. അവിടെ വരുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ. then it is both a science and an art. ബിസിനസ് എത്തിക്സിനെ സയൻസ് എന്നും ആർട്ട് എന്നും പറയുന്നുണ്ട്. സയൻസ് എന്ന് പറയാൻ കാരണം ഈ ബിസിനസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആർ ഓഫൻ ഡിറൈവ്ഡ് ഫ്രം ഒബ്സർവേഷൻ, അനാലിസിസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ദീർഘകാലത്തെ ഇപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകൾ കൊണ്ട്, അനാലിസിസ് കൊണ്ട്, ഒബ്സർവേഷനിലൂടെയൊക്കെയാണ് ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് രൂപം കൊടുത്തത്. അതുകൊണ്ടാണ് ഇതിന് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ആർട്ട് എന്നുകൂടെ പറയുന്നുണ്ട്. ബിക്കോസ് അപ്ലൈയിങ് ദീസ് പ്രിൻസിപ്പിൾ, ഈ ബിസിനസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അത് ഓരോ ആളുകളെയും, അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ തീരുമാനം അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും അല്ലേ. ഇപ്പോൾ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ബിസിനസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ആർട്ടാണെന്നും പറയാം. ഇനി മൂന്നാമത് പറയുന്നത് ഡൈനാമിക് എന്നുള്ളതാണ്. ബിസിനസ് എത്തിക്സ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ബിസിനസ് എത്തിക്സ് അത് സ്റ്റാറ്റിക് അല്ല, സ്ഥിരമല്ല. അത് കാലം ചെല്ലുന്തോറും ഇറ്റ് ഇവോൾവ്സ് ഓവർ ടൈം, ടെസ്റ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് മോറൽ സ്റ്റാൻഡേർഡ്സ്. പുതിയ രീതിയിൽ പുതിയ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് സൊസൈറ്റിയുടെ നോംസ്, സൊസൈറ്റിയുടെ അവരുടെ ആ ചിന്തകളിൽ മാറ്റം വരുന്നതനുസരിച്ച്, ബിസിനസ് പ്രാക്ടീസിൽ മാറ്റം വരുന്നതനുസരിച്ച്, ഗ്ലോബലായിട്ട് നടക്കുന്ന ഇവൻസുകൾ, സംഭവങ്ങൾ, അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസിന് മാറ്റം വരാം. ആൻഡ് ആൻഷ്യൻ കൺസെപ്റ്റ്, ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ ഒരു മോഡേൺ കൺസെപ്റ്റ് ഒന്നുമല്ല, പുരാതന കാലം മുതലേ ഉള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. ബിസിനസ് എത്തിക്സ് ഹാവ് ബീൻ എറൗണ്ട് സിൻസ് ദ ഡോൺ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. മാനവരാശിയുടെ ഉദയത്തോടൊപ്പം തന്നെ പഴക്കമുണ്ട് ബിസിനസ് എത്തിക്സിനും. ഇവോൾവിംഗ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് സൊസൈറ്റി.
ഒരു മാനവരാശി ഉദയം കൊണ്ടിട്ട് അവിടെ ട്രേഡ് കൊമേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കച്ചവടങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുരാതന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആൻഷ്യൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് തിയോളജിക്കൽ ബേസ് ഉണ്ട്. ഇതിന് തിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. അതായത് ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് റൂട്ടഡ് ഇൻ ദി തിയോളജിയിൽ ദൈവശാസ്ത്രത്തിൽ ഇത് റൂട്ടഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വേരുകളുണ്ട്. അതിൻ്റെ മോറൽ ടീച്ചിങ്സിലും പ്രിൻസിപ്പിൾസ് ലൈക്ക് സിൻസിയറിറ്റി, ആത്മാർത്ഥത, സർവീസ്, സേവന മനോഭാവം, ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം, ഹ്യൂമൻ വെൽഫെയർ തുടങ്ങിയ പല കാര്യങ്ങളും സ്പിരിച്വൽ ട്രഡീഷൻസിലുള്ളതാണ് അല്ലേ. റിലീജിയൻസ് ഓർ സ്പിരിച്വൽ ട്രഡീഷൻസിൽ മതങ്ങൾ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു തിയോളജിക്കൽ ബേസ് ഉണ്ട്. ദെൻ സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡിങ് ബോത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എയിം ടു അച്ചീവ് ആൻഡ് ദ മെത്തേഡ്സ് ദേ യൂസ് ടു റീച്ച് ദം. ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, ഒപ്പം തന്നെ അതിനുവേണ്ടി ആ ഒരു ഗോൾ നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അത് നമ്മൾ മീൻസ് എന്നും പറയും. അപ്പോൾ രണ്ട് കാര്യങ്ങളും നല്ലതായിരിക്കണം എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ ഗോൾസ് ആൻഡ് ഫുൾഫില്ലിംഗ് ദം ത്രൂ റെസ്പോൺസിബിൾ ആൻഡ് മോറൽ മീൻസ്. അപ്പോൾ കൃത്യമായിട്ടുള്ള നല്ല വഴികളിലൂടെ ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ബിസിനസ് എത്തിക്സ് പറയുക. ദെൻ ബേസ്ഡ് ഓൺ സൊസൈറ്റൽ റിയാലിറ്റി ആൻഡ് കസ്റ്റംസ്. ബിസിനസ് എത്തിക്സ് ഗ്രൗണ്ടഡ് ആയിരിക്കുന്നത് സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റംസ് ഓഫ് ദി എൻവയറമെൻറ്റ് ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ്. ഒരു ബിസിനസ് ഏത് സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്, ആ ബിസിനസ്സിലെ ആ ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിസിനസ് എത്തിക്സ് നടപ്പിലാക്കേണ്ടത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റി വിലമതിക്കുന്ന നോംസ് എന്തൊക്കെയാണ്, ആചാരങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ബിസിനസ് എത്തിക്സ് നടപ്പിലാക്കാൻ. റിലേറ്റിംഗ് ടു ഹ്യൂമൻ ആസ്പെക്റ്റ്. ഹ്യൂമൻ ബീയിങ്സിനെയാണ് ബിസിനസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്നത്. അഡ്രസ്സിംഗ് ദ ഇമ്പാക്ട് ഓഫ് ബിസിനസ് ഡിസിഷൻ ഓൺ പീപ്പിൾ. ബിസിനസ് എടുക്കുന്ന ഏത് തീരുമാനവും അവിടുത്തെ ജനങ്ങളെ, ആ പബ്ലിക്കിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നുള്ളത് നോക്കണം. അപ്പോൾ അത് എത്തിക്കലായിട്ട് ചിന്തിച്ച് സോഷ്യൽ ഹാർമണിയൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് സൊസൈറ്റിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് ചെയ്യേണ്ടതാണ്. ഇനി ബിസിനസ് എത്തിക്സിന് യൂണിവേഴ്സലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. ബിസിനസ് എവിടെയൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ബിസിനസ്സിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് ആപ്ലിക്കബിലിറ്റി ഉണ്ടല്ലേ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. ഡെവലപ്പ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഒരു മനുഷ്യൻ്റെ അന്തസ്സത്ത അല്ലെങ്കിൽ അന്തസ്സ്, മാന്യത, അതിനൊക്കെ മൂല്യം കൊടുത്തുകൊണ്ടാണ് ഒരു ബിസിനസ്സും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പേഴ്സണൽ ഡിഗ്നിറ്റിക്ക് ബിസിനസ് എത്തിക്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പെർസ്പെക്റ്റീവിനനുസരിച്ച്, കാഴ്ചപ്പാടുകളനുസരിച്ച് ഈ എത്തിക്സിന് മാറ്റം വരാം. വാട്ട് ഈസ് കൺസിഡർഡ് എത്തിക്കൽ ബൈ വൺ പേഴ്സൺ ഓർ കൾച്ചർ മൈറ്റ് ബി സീൻ ഡിഫറൻ്റ്ലി ബൈ അനദർ. ഒരു എത്തിക്കലാണെന്ന് ഒരു വ്യക്തി കരുതുന്നത്, അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ കീഴിൽ താമസിക്കുന്ന കുറേ ആളുകൾ കരുതുന്നത്, അത് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്ത് എത്തിക്കലാവണമെന്നില്ല അല്ലേ. അപ്പോൾ ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. ഓരോ വ്യക്തികളുടെയും വീക്ഷണം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളനുസരിച്ച് എത്തിക്സിന് മാറ്റങ്ങൾ വരാം. ദെൻ കീപ്സ് ഹാർമണി. ഹാർമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം അല്ലേ. ബിസിനസ് എത്തിക്സ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ഹാർമണി ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് റോൾസ് ഇൻ ബിസിനസ്, എൻഷുറിംഗ് ദാറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ഓണേഴ്സ്, കൺസ്യൂമേഴ്സ്, എംപ്ലോയീസ്. അതായത് ഒരു ബിസിനസ് ഇടപെടുന്ന എല്ലാ ആളുകളുമായിട്ടും, ഓണേഴ്സായിട്ടും കൺസ്യൂമേഴ്സായിട്ടും എംപ്ലോയീസായിട്ടും ഇൻവെസ്റ്റേഴ്സായിട്ടൊക്കെ ഒരു ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ്, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പരസ്പര ബഹുമാനത്തോടുകൂടി എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു കാര്യമാണ് എത്തിക്സ് ഉറപ്പുവരുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് അത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിൽ ഞാനത് പറഞ്ഞിരുന്നു. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു തമ്പനെയിലിൻ്റെ പിക്ചർ. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇൻക്രീസസ് ഗുഡ് വിൽ. ബിസിനസ് എത്തിക്സ് ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂട്ടുന്നു അല്ലേ. അതായത് കമ്പനി ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ എത്തിക്കലായിട്ട് പെരുമാറുന്ന ഒരു കമ്പനിയാണ് തോന്നുകയാണെങ്കിൽ ആളുകൾക്കിടയിൽ കമ്പനിയെക്കുറിച്ചുള്ളൊരു മതിപ്പ് കൂടും അല്ലേ. അപ്പോൾ അത് കമ്പനിയുടെ ഗുഡ് വിൽ കൂട്ടുന്നു. ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. അത് നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ബന്ധം അതൊക്കെ വളരെ കൃത്യമായിട്ട്, അതായത് ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെൻറ്, ഇതുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ എത്തിക്കലായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്കൊരു ക്രെഡിബിൾ ഇമേജ് ഉണ്ടായിരിക്കും അല്ലേ. അവരുടെ മുന്നിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ചൊരു ട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ദെൻ പ്രൊഫഷണലൈസസ് മാനേജ്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യുകയാണ്. അതായത് റെപ്യൂട്ടബിൾ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന നല്ലൊരു പേരുള്ള ഒരു ബിസിനസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി അത് അവരെ സഹായിക്കുന്നുണ്ട്. പ്രൊട്ടക്ട്സ് റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ തമ്മിലുള്ള ബന്ധം, കമ്പനികളും മറ്റ് കമ്പനികളായിട്ട് ബന്ധം, അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി
എത്തിക്സ് ആവശ്യമാണ്. റെഡ്യൂസസ് ടെൻഷൻ, ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സഹായിക്കും. അതായത് ലീഗൽ ഇഷ്യൂസ് ഒന്നും വരികയില്ല, നമ്മുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. എൻഷുവേഴ്സ് ലോങ് ടൈം സക്സസ്, ലോങ് ടൈമിലേക്ക് ഒരു സക്സസ് ഉറപ്പുവരുന്നതിന് വേണ്ടി ഒരു ബിസിനസ് എത്തിക്കലായിട്ട് പെരുമാറേണ്ടത് ആവശ്യമാണല്ലേ. അങ്ങനെ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് മാത്രമേ ദീർഘകാലത്തേക്ക് സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഹെൽപ്സ് ഇൻ ഫേസിങ് ചലഞ്ചസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, വർക്ക് പ്രാക്ടീസ്, നല്ല രീതിയിലുള്ള വർക്ക് പ്രാക്ടീസ്, കൾച്ചർ കീപ്പ് ചെയ്യുക, ഓവറോൾ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ്, സൊസൈറ്റി ഗുണകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് ചലഞ്ചസ് വരുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് പില്ലേഴ്സായിട്ട് അത് മാറും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് പറയുന്നത് നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്ട്. എത്തിക്കലി പെരുമാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് റിവാർഡുകളൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിച്ച് മേ ഡിസ്കറേജ് എത്തിക്കൽ ബിഹേവിയർ. ബിസിനസ്സിന് അതുകൊണ്ട് നേട്ടമൊന്നുമില്ല എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റിവാർഡ് അതിനില്ല എന്നുള്ളത് ബിസിനസ് എത്തിക്സിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാറുണ്ട്. ദെൻ ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ഇഫ് ആൻ ആക്ട് ഈസ് എത്തിക്കൽ ഓർ നോട്ട്. ഏത് പ്രവൃത്തിയാണ് അത് എത്തിക്കലാണോ അല്ലയോ എന്നുള്ളത് പല ആളുകൾക്കും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. നോ പ്രോപ്പർ നോളജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് എമംഗ് പീപ്പിൾ, ആളുകൾക്ക് വലിയ ധാരണയില്ല. ഫോർ ഇൻസ്റ്റൻസ്, കൺസ്യൂമേഴ്സ് മേ നോട്ട് നോ വെദർ പ്രൈസസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ക്വാളിറ്റീസ് അലൈൻ വിത്ത് ദി എത്തിക്കൽ പ്രാക്ടീസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി, ഒരു ക്വാളിറ്റി വെച്ച് നമുക്ക് അതിൻ്റെ പ്രൈസ് അത് ആപ്റ്റായിട്ടുള്ള പ്രൈസാണോ കൃത്യമായിട്ടുള്ള പ്രൈസാണെന്ന് പോലും മനസ്സിലാക്കാൻ ചിലപ്പോൾ പല ആളുകൾക്കും സാധിക്കണമെന്നില്ല അല്ലേ. അപ്പോൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള നോളജ് ഇല്ലായ്മ മറ്റൊരു ലിമിറ്റേഷനാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. എ പേഴ്സൺസ് ഇൻഡിവിജ്വൽ മോറൽ വാല്യൂസ് ആൻഡ് എത്തിക്കൽ ബിലീഫ്സ് ആർ ദി പ്രൈമറി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ ഇൻ ബിസിനസ് ഡിസിഷൻ. അപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ധാർമ്മിക മൂല്യങ്ങൾ അതിനോട് അലൈൻഡ് ആയിരിക്കും അല്ലേ. നമ്മൾ പേഴ്സണലി മോറലി എത്തിക്കലാണെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ബിസിനസ്സിലും അപ്ലൈ ചെയ്യുന്നത് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലേ. ഇപ്പോൾ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സുമായിട്ട് ബന്ധമുണ്ട് ബിസിനസ് എത്തിക്സിന്. ലെജിസ്ലേഷനുമായിട്ട് ബന്ധമുണ്ട്. ഗവൺമെൻറ് എത്തിക്കലായിട്ട് പെരുമാറുന്നതിന് വേണ്ടി ചില കോഡ് ഓഫ് കോണ്ടക്ട്സുകൾ അല്ലെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിയമങ്ങൾ പാലിക്കുന്നത് ലെജിസ്ലേഷന് വിധേയമായിട്ടും ബിസിനസ് എത്തിക്സ് പ്രവർത്തിക്കണം. ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസികളൊക്കെ ഗവൺമെൻറ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാട്ട് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസ് ആർ കൺസിഡർഡ് അക്സെപ്റ്റബിൾ, ഏതാണ് ബിസിനസ്സിൽ നല്ലത്, ഏതാണ് തള്ളേണ്ടത്, ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും ഈ എത്തിക്സിന് ബേസ് ചെയ്യാറുണ്ട്. പിന്നെ എത്തിക്കൽ കോഡ് ഓഫ് ദി കമ്പനികൾ തന്നെ സ്വന്തമായിട്ടൊരു എത്തിക്കൽ കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അവർക്ക് എത്തിക്കലായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവും, ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും. ദീസ് കോഡ്സ് ഹെൽപ്പ് ടു എൻഷുർ ദ കമ്പനി മെയിൻറ്റെയിൻസ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. അപ്പോൾ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി സ്വതവേ തന്നെ ഇത്തരത്തിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിന് രൂപം കൊടുത്തിരിക്കുക. സോഷ്യൽ പ്രഷറുണ്ട്, അതായത് സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കമ്പനി എത്തിക്കലായിട്ട് പെരുമാറണമെന്നാണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എത്തിക്കലായിട്ട് പെരുമാറിയില്ലെങ്കിൽ, ഉദാഹരണത്തിന് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, നിലവാരമില്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുന്നതെങ്കിൽ കൺസ്യൂമർ ബാക്ക്ലാഷ് ആൻഡ് സൊസൈറ്റിയിൽ പ്രഷർ മേ ഫോഴ്സ് ദ ബിസിനസ് ടു അഡോപ്റ്റ് എത്തിക്കൽ പ്രാക്ടീസ്. കൺസ്യൂമേഴ്സ്, അവരെ കസ്റ്റമേഴ്സ് തന്നെ ആ ഒരു സ്ഥാപനത്തെ പറ്റി റൂമറുകൾ പറയും, അല്ലെങ്കിൽ സ്ഥാപനത്തെ പറ്റി മോശം പറയും അല്ലേ, ബാക്ക്ലാഷ് ചെയ്യും. ആൻഡ് സൊസൈറ്റിയിൽ പ്രഷർ മേ ഫോഴ്സ്, സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് പ്രഷർ വരും. അപ്പോൾ നമ്മൾ എത്തിക്കലുള്ള പ്രാക്ടീസ് നമ്മൾ നടപ്പിലാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു സോഷ്യൽ പ്രഷറും ബിസിനസ്സിൻ്റെ എത്തിക്സിനെ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സിലൊന്നാണ്. എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ പൊതുവെ എങ്ങനെയാണ് എത്തിക്കൽ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത് അതനുസരിച്ചും അത് വെച്ചായിരിക്കും സാധാരണ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റും പ്രവർത്തിക്കുക അല്ലേ. അപ്പോൾ ഇപ്പോൾ കമ്പനി ഫെയിൽസ് ടു മീറ്റ് ദ എത്തിക്കൽ നോംസ് ഓഫ് ഇറ്റ്സ് ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ പൊതുവെ ഫോളോ ചെയ്യുന്ന എത്തിക്കൽ നോംസ് ഈ കമ്പനിക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇറ്റ് മേ സ്ട്രഗിൾ ടു സർവൈവ് ഇൻ ദ ലോങ് റൺ അല്ലേ. ലോങ് റണ്ണിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കമ്പനികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഭാഗം നോക്കുന്നത് ബിസിനസ് എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ആണ്. ബിസിനസ് എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് റെഫേഴ്സ് ടു ദ മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് എംപ്ലോയി ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. അതായത് ഒരു സ്ഥാപനത്തിൽ എംപ്ലോയീസിൻ്റെ മോറൽ ബിഹേവിയർ എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർക്കർ എങ്ങനെയാണ് പെരുമാറുന്നത്, ശരിയായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയൊക്കെയാണ് ബിസിനസ് എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് ആക്ഷൻസ് ആൻഡ് ഓവറോൾ വർക്ക് എൻവയറമെൻറ്റ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, അങ്ങനെ മൊത്തത്തിലുള്ള വർക്ക് എൻവയറമെൻറ്റ് അതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇനി നമുക്ക് വർക്ക് പ്ലേസിൽ എന്തുകൊണ്ടാണ് എത്തിക്സ് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എത്തിക്സ് നമ്മൾ കൊണ്ടുപോകണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കുക. കോൺസെൻട്രേഷൻ ടു ബിസിനസ് എത്തിക്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് സൊസൈറ്റി.
അപ്പോൾ ബിസിനസ് എത്തിക്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൊസൈറ്റിക്ക് തന്നെ ഒരു ഗുണകരമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ഹാവ് പ്ലേഡ് എ കീ റോൾ ഇൻ ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റിയൽ കണ്ടീഷൻസ്. അപ്പോൾ സൊസൈറ്റിയുടെ കണ്ടീഷൻസ്, സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ എത്തിക്കൽ ബിസിനസ് കൺഫെഡറേഷൻസ് വളരെ അധികം പങ്കുവച്ചിട്ടുണ്ട്. ലോ സച്ച് ആസ് ആൻറ്റി ട്രസ്റ്റ് റെഗുലേഷൻസ്, അതായത് ആൻറ്റി ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമ്പനികളൊക്കെ കൂടി ഒരു ട്രസ്റ്റായിട്ട് രൂപം കൊണ്ട് അമിതമായിട്ട് പ്രൈസ് ഈടാക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോണോപോളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് ആക്ട് അല്ലെങ്കിൽ അതുപോലുള്ള കുത്തക നിയന്ത്രണ അധികാരമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആൻറ്റി ട്രസ്റ്റ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലേബർ പ്രൊട്ടക്ഷൻസ്, അതായത് ഒരു സ്ഥാപനത്തിൽ ലേബേഴ്സിനെ ചൂഷണം ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ. അപ്പോൾ അതെല്ലാം ഒരു സൊസൈറ്റിക്ക് അൾട്ടിമേറ്റ്ലി അത് ഗുണകരമായിട്ടുണ്ട്. എത്തിക്സ് പ്രോഗ്രാം ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ മോറൽ കോഡ്സ് ഇൻ ടർബുലൻറ്റ് ടൈംസ്. അതായത് ടർബുലൻറ്റ് ടൈംസ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് പോലും എത്തിക്കലായിട്ടുള്ള പ്രോഗ്രാംസുകൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എത്തിക്സ് പ്രോഗ്രാം പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിങ് ഓർഗനൈസേഷൻ ത്രൂ അൺസർട്ടനിറ്റിയിലും, അതായത് എന്താണ് ഇനി അടുത്ത് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവില്ലാത്ത സമയത്ത് നമ്മൾ എത്തിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ അന്തിമമായിട്ട് നമുക്കത് ഗുണകരമാകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ എത്തിക്സ് പ്രോഗ്രാംസ് ഹെൽപ്സ് ടു കൾട്ടിവേറ്റ് സ്ട്രോങ് ടീം വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ടീം വർക്കായിട്ട് ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്യാനും ഒപ്പം തന്നെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ എത്തിക്സ് പ്രോഗ്രാമുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ. അലൈനിങ് എംപ്ലോയീസ് ബിഹേവ് വിത്ത് എത്തിക്കൽ വാല്യൂസ് എൻഹാൻസസ് ടീം വർക്ക് ആൻഡ് ക്രിയേറ്റ്സ് എ മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ്. ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു വർക്ക് ഫോഴ്സ്, ഒപ്പം തന്നെ ടീമായിട്ട് വർക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും അല്ലേ. വെൻ എംപ്ലോയീസ് ഫീൽ ദാറ്റ് ദെയർ ഓർഗനൈസേഷൻ വാല്യൂസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓപ്പൺനെസ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം അത് എത്തിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസിന് അവർ മൂല്യം നൽകുന്നു, അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി സത്യസന്ധതയ്ക്ക് മൂല്യം നൽകുന്നു, ഓപ്പൺനെസ് ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം ഒറ്റ ടീമായിട്ട് ഒരു കൊളാബറേഷൻ ഇമ്പ്രൂവ് ചെയ്യപ്പെടും അല്ലേ. അവരുടെ ഒരു സഹകരണം ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നു. എത്തിക്സ് പ്രോഗ്രാം സപ്പോർട്ട് എംപ്ലോയീസ് ഗ്രോത്ത്. എംപ്ലോയീസിൻ്റെ ഗ്രോത്തിന് അത് സഹായിക്കുന്നുണ്ട്. എത്തിക്കൽ പ്രോഗ്രാം പ്രൊവൈഡ് എംപ്ലോയീസ് വിത്ത് ടൂൾസ് ആൻഡ് കോൺഫിഡൻസ് ടു കൺഫ്രണ്ട് ചലഞ്ചസ് ആൻഡ് മേക്ക് മോറൽ ഡിസിഷൻസ്. അപ്പോൾ എത്തിക്കൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് അവിടുത്തെ എംപ്ലോയീസ് തന്നെ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ, എത്തിക്സിന് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനെ എതിടാനും കൺഫ്രണ്ട് ചെയ്യാനും മോറലായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയൊക്കെ അവർക്ക് തയ്യാറാകുന്നു. അങ്ങനെ അവരെ പേഴ്സണലി അതവരെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു അല്ലേ. എത്തിക്സ് പ്രോഗ്രാംസ് ആർ ആൻ ഇൻഷുറൻസ് പോളിസി. എത്തിക്സ് പ്രോഗ്രാംസിനെ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അതായത് എത്തിക്സ് പ്രോഗ്രാംസ് ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് ദ ഓർഗനൈസേഷൻ പോളിസീസ് ആർ ഇൻ കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ പോളിസി നിലവിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡിനും എതിരല്ല എന്നുള്ളത് കമ്പനി ഉറപ്പുവരുത്തണം. ദ ആക്ട് ആസ് എ പ്രിവെൻറ്റീവ് മെഷർ റെഡ്യൂസിങ് ദ ലൈക്ലിഹുഡ് ഓഫ് കോസ്റ്റ്ലി ലീഗൽ ബാറ്റിൽസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ നമുക്കെതിരെ വലിയ നിയമ നടപടികളോ കോസ്റ്റ്ലി ചിലവേറിയ നിയമ യുദ്ധങ്ങളൊന്നും നമുക്ക് നടത്തേണ്ടി വരില്ല. അഡ്രസ്സിങ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഏർലി അല്ലേ, നമുക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. എത്തിക്സ് പ്രോഗ്രാം ഹെൽപ്പ് ടു അവോയ്ഡ് ക്രിമിനൽ ആക്ട് ഓഫ് ഒമിഷൻ ആൻഡ് ക്യാൻ ലോവർ ഫൈൻസ് അല്ലേ. അതായത് ഒമിഷൻ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു, ഒപ്പം തന്നെ ഫൈനുകൾ കുറയ്ക്കാനൊക്കെ ഇത് എത്തിക്സ് പ്രോഗ്രാമുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബൈ ഐഡൻറ്റിഫൈയിങ് എത്തിക്കൽ വയലേഷൻസ് എയർലി ഓർഗനൈസേഷൻ ക്യാൻ അവോയ്ഡ് സീരിയസ് കോൺസിക്വൻസസ് സച്ച് ആസ് ക്രിമിനൽ ചാർജസ് ഫോർ ഫെയിലിംഗ് ടു റിപ്പോർട്ട് അൺഎത്തിക്കൽ ആക്ഷൻസ്. അപ്പോൾ എന്തെങ്കിലും അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വഴി നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ക്രിമിനൽ ചാർജസ്, നമുക്കെതിരെയുള്ള കേസുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. പിന്നെ ഏഴാമത് എത്തിക്സ് പ്രോഗ്രാം ഹെൽപ്പ് ദ മാനേജർ വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജി പ്ലാനിങ് ആൻഡ് ഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് അല്ലേ. അതായത് എത്തിക്കൽ പ്രോഗ്രാമുകൾ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തൽ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ, ഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വഴി. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ എത്തിക്സിന് ഒരു നിർണായക സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. എത്തിക്സ് പ്രോഗ്രാം പ്രൊമോട്ട് സ്ട്രോങ് പബ്ലിക് ഇമേജ്. ആളുകൾക്കിടയിൽ, പബ്ലിക്കിൻ്റെ ഇടയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ കൂടി നമ്മൾ പറഞ്ഞല്ലേ, അത് എത്തിക്കൽ പ്രോഗ്രാമുകൾ അത് സഹായിക്കുന്നുണ്ട്. ഓവറോൾ ബെനിഫിറ്റ്സ്, എത്തിക്സ് പ്രോഗ്രാം വഴി ഓവറോൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓർഗനൈസേഷനിലെ ആളുകൾക്ക് ട്രസ്റ്റ് കൂടും, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നു, ഓർഗനൈസേഷൻ ഓവറോൾ റിലേഷൻഷിപ്പ് വിത്ത് ബോത്ത് ഇന്റേണൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ, എല്ലാ ആളുകളുമായിട്ടുള്ള കമ്പനിയുടെ ബന്ധം മെച്ചപ്പെടുന്നു. അങ്ങനെ ഓവറോൾ ബെനിഫിറ്റും എത്തിക്സ് പ്രോഗ്രാം വഴി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്തിക്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. എത്തിക്സ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് റിഫേഴ്സ് ടു ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ്, ഓവർസീയിങ് ആൻഡ് എൻഫോഴ്സിംഗ് എത്തിക്കൽ ബിഹേവിയർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള എത്തിക്കൽ ബിഹേവിയർ
നമ്മൾ എൻഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ടെന്ന് ഓവർസീ ചെയ്യുക, നമ്മൾ അതിനെ വിലയിരുത്തുക, അല്ലെങ്കിൽ നമ്മളതിനെ സൂപ്പർവൈസ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. അങ്ങനെ നടപ്പിലാക്കുന്ന പ്രക്രിയ നമുക്ക് എന്ത് പറയാം? എത്തിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ്, ഓവർസീയിങ് ആൻഡ് എൻഫോഴ്സിംഗ് എത്തിക്കൽ ബിഹേവിയർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇനി സ്ട്രക്ചർ ഓഫ് എത്തിക്സ് മാനേജ്മെൻറ്റ്. എത്തിക്സ് മാനേജ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? അല്ലെങ്കിൽ everyone who is entrusted to manage ethics in an organization is bound to prepare a sound ethical program which should include the following components അല്ലേ. അതായത് ഒരു സൗണ്ട് എത്തിക്കൽ പ്രോഗ്രാം ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്ന ആളുകൾ താഴെ പറയുന്ന കോമ്പോണൻസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അതായത് എത്തിക്സ് മാനേജ്മെൻറ്റിലെ കോമ്പോണൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എത്തിക്സ് മാനേജ്മെൻറ്റ് അല്ലേ. ഒന്ന് ഫോർമൽ കോഡ് ഓഫ് കണ്ടക്ട്. ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഒരു പെരുമാറ്റച്ചട്ടം ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ. എ ഫോർമൽ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് എസെൻഷ്യൽ ഫോർ ഔട്ട്ലൈൻ ദ ഓർഗനൈസേഷണൽ വാല്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് അക്സെപ്റ്റബിൾ ബിഹേവിയർ. ഓർഗനൈസേഷൻ്റെ വാല്യൂസ് എന്താണ്, പോളിസി എന്താണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു അക്സെപ്റ്റബിൾ ബിഹേവിയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ളവർ കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. അങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് എന്നാണ് പറയുന്നത് അല്ലേ. എ കോഡ് ഓഫ് എത്തിക്സ് refers to a formal document that outlines the ethical standards and principles that guide the behavior and decision making process within an organization. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴും നമ്മുടെ പ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയ ആ ഒരു ഡോക്യുമെൻറ്റിനെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു ഫോർമൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എത്തിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ കോമ്പോണൻറ്റ്. രണ്ടെന്ന് പറയുന്നത് എത്തിക്സ് കമ്മിറ്റിയാണ്. എല്ലാ കമ്പനികളിലും ഒരു എത്തിക്സ് കമ്മിറ്റിക്ക് ഫോം ചെയ്യണോ അല്ലെങ്കിൽ രൂപം കൊടുക്കേണ്ടതാണ് അല്ലേ, എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പോൾ അതിൽ രണ്ട് തരത്തിലാണ് എത്തിക്സ് കമ്മിറ്റികൾ വരിക. ഒന്ന് ബോർഡ് ലെവലിൽ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലെവലിൽ അവർ ഓവറോൾ ഗവേണൻസ് ആണ് നടത്തുന്നത്. എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓവറോൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ അവർ ചെയ്യും. അതിനുശേഷം എത്തിക്സ് മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം. അത് കമ്മിറ്റിയാണ് സാധാരണ എത്തിക്സ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, ഹാൻഡ്ലിംഗ് പോളിസി എൻഫോഴ്സ്മെൻറ്റ്, കമ്പനിയുടെ എത്തിക്കലായിട്ടുള്ള പോളിസി നടപ്പിലാക്കുന്നത് ശ്രദ്ധിക്കുക, ട്രെയിനിങ് നൽകുക എംപ്ലോയീസിന്, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ എത്തിക്സ് കമ്മിറ്റി ആയിരിക്കും ചെയ്യുക. അപ്പോൾ എത്തിക്സ് കമ്മിറ്റി ഷുഡ് ബി ദെയർ. ദെൻ എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. An effective and ethical communication system helps employees understand and adhere to organization ethical standard. ഓർഗനൈസേഷൻ്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എംപ്ലോയീസിനെ സഹായിക്കുന്നുണ്ട്. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് പ്ലാറ്റ്ഫോം ഫോർ എംപ്ലോയീസ് ടു റിപ്പോർട്ട് അൺഎത്തിക്കൽ ബിഹേവിയർ, ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് റിസീവ് ഗൈഡൻസ് ഓൺ എത്തിക്കൽ ഇഷ്യൂസ് അല്ലേ. അതായത് അൺഎത്തിക്കലായിട്ടൊരു ബിഹേവിയർ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കാനും ഗൈഡൻസിന് വേണ്ടിയും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എത്തിക്കലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ആരോടാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരുടെ നിന്നാണ് സംശയങ്ങൾ, ഡൗട്ട് ക്ലാരിഫൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രോപ്പറാണെന്ന് പറയാം അല്ലേ. ദെൻ എത്തിക്സ് ഓഫീസ് ആൻഡ് ഓഫീസേഴ്സ്. എത്തിക്സ് ഓഫീസും ഓഫീസേഴ്സും ഉണ്ടായിരിക്കണം. ഒരു കമ്പനിക്കൊരു പ്രത്യേക സെക്ഷൻ തന്നെ എത്തിക്കൽ മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് ചുമതലയുള്ള എത്തിക്കൽ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ദെൻ എത്തിക്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ് ഡ്യൂറിംഗ് ദിയർ ഇൻഡക്ഷൻ ആൻഡ് ഓഫറിംഗ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ടു കറണ്ട് എംപ്ലോയീസ് അല്ലേ. അതായത് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശീലനം നൽകണം. അത് പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ഇൻഡക്ഷൻ, തുടക്കത്തിലുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാം. നിലവിലുള്ള എംപ്ലോയീസിനാണെങ്കിൽ നിശ്ചിത കാലം ഇടവിട്ട് ഓൺഗോയിങ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടും അത് കൊടുക്കാവുന്നതാണ് അല്ലേ. ദെൻ ഡിസിപ്ലിനറി സിസ്റ്റം ഉണ്ടായിരിക്കണം. വെൽ ഡിഫൈൻഡ് ഡിസിപ്ലിനറി സിസ്റ്റം എൻഷുർ ദാറ്റ് എത്തിക്കൽ ബ്രീച്ചസ് ആർ അഡ്രസ്ഡ് പ്രോംപ്റ്റ്ലി ആൻഡ് ഫെയർലി. അതായത് നമുക്കൊരു ഡിസിപ്ലിൻ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും അൺഎത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ എത്തിക്കൽ ബ്രീച്ചസ്, എന്തെങ്കിലും ധാർമ്മികമായുള്ള ലംഘനങ്ങൾ നടക്കുമ്പോൾ നമ്മളതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുകയും നമുക്ക് അതിന് അത്യാവശ്യമുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പണിഷ്മെൻ്റൊക്കെ ഇക്വിറ്റബിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ അല്ലേ, എല്ലാ ആളുകളെയും ഒരേപോലെ ഡീൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ പണിഷ്മെൻറ്റ് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ്. അത് ഡിസിപ്ലിനറി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. എസ്റ്റാബ്ലിഷിംഗ് ആൻ ഓംബുഡ്സ്മാൻ. ഒരു ഓംബുഡ്സ്മാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് നല്ലതാണ്. ദ ഓംബുഡ്സ്മാൻ ഹെൽപ്സ് എൻഷുർ ദാറ്റ് പോളിസീസ് പ്രൊസീജിയേഴ്സ് അലൈൻ വിത്ത് ദി എത്തിക്കൽ സ്റ്റാൻഡേർഡ്, ഫെസിലിറ്റേറ്റിംഗ് ഫെയർ സൊല്യൂഷൻ ഓഫ് ഇഷ്യൂസ്. ഇപ്പോൾ കൃത്യമായിട്ട് കമ്പനിയുടെ പോളിസിയും മറ്റു കാര്യങ്ങളെല്ലാം എത്തിക്കലായിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി ഓംബുഡ്സ്മാൻ സഹായിക്കുന്നു. ദെൻ മോണിറ്ററിംഗ്. അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഈസ് വൈറ്റൽ ഫോർ എൻഷുറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ എത്തിക്സ് മാനേജ്മെൻറ്റ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കോമ്പോണൻറ്റുകളും ഉണ്ടെങ്കിലും അതെല്ലാം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് നമ്മൾ നടത്തേണ്ടതാണ്. ദിസ് ഇൻവോൾവ്സ് റെഗുലർ ഓഡിറ്റ്സ്, സർവേസ് ആൻഡ് ഒബ്സർവേഷൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് അഡ്രസ് എനി എത്തിക്കൽ ഇഷ്യൂസ് പ്രോംപ്റ്റ്ലി. അപ്പോൾ ഇവിടെ മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് ഒരു എത്തിക്സ് ഓഡിറ്റ് നടത്തണം, കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, സർവേകൾ നടത്തണം, ഒബ്സർവ് ചെയ്യണം അല്ലെ. ഏതെങ്കിലും എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി, പ്രോംപ്റ്റായിട്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലെ മോണിറ്ററിങ്ങും ആവശ്യമാണ് അല്ലേ. മോണിറ്ററിംഗ് ഹെൽപ്സ് മെയിൻറ്റെയിൻ എ കൾച്ചർ ഓഫ് എത്തിക്കൽ ബിഹേവിയർ ബൈ എൻഷുറിംഗ് ദാറ്റ് പോളിസീസ് ആർ കൺസിസ്റ്റൻ്റ്ലി ഫോളോഡ് ആൻഡ്
അഡാപ്റ്റഡ് ആസ് നെസസറി. അപ്പോൾ എത്തിക്കലായിട്ടുള്ള പോളിസീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നും എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി മോണിറ്ററിങ്ങും ആവശ്യമാണല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അത് 1-2 പ്രാവശ്യം ക്ലാസ് കേട്ട് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം പോയിൻ്റൊന്നും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോടുകൂടി നമ്മൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ. ഇതിന് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ മോട്ടിവേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും എല്ലാം നമുക്ക് പഴയ ക്ലാസ്സുകൾ ഈ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തന്നെ പഠിക്കാവുന്നതാണ്. മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എങ്കിൽ ആ കാര്യം ഒന്ന് ദയവായി കമൻറ്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. താങ്ക്